ഹലോ ഹലോ ഫ്രണ്ട്സ്, കേൾക്കാമല്ലോ അല്ലേ? ശരി, നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു AKS ക്ലസ്റ്ററിൽ എങ്ങനെയാണ് ഒരു ഡിപ്ലോയ്മെൻറ്റ് നമുക്കറിയാം പോഡ് എന്താണെന്നറിയാം. എന്താണ് റെപ്ലിക്ക സെറ്റ് എന്താണെന്ന് അറിയാം. ഇപ്പം നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് എന്താണെന്നും അറിയാം. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിപ്ലോയ്മെൻറ്റ് ഒരു ക്യൂബർനെറ്റീസിൽ അല്ലെങ്കിൽ AKSൽ ഞാനിപ്പം കാണിക്കുന്നത് അഷൂറാണ്. സോ അതിനകത്ത് അഷൂർ ക്യൂബർനെറ്റീസ് സർവീസ് ഇപ്പം റണ്ണിങ് ആണ്. ഓക്കെ, ഒരു ക്ലസ്റ്റർ ഉണ്ട്. അതിനകത്ത് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ, ഒരു എൻജിനെക്സ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ പൈപ്പ് ലൈൻ ത്രൂ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുമ്പ് നമുക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്തേക്കാം. ഇതിപ്പം ഡെവോപ്സിൻ്റെ ക്ലസ്റ്റർ, ഡെവോപ്സിൻ്റെ ഡാഷ്ബോർഡാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതിലിപ്പം നമ്മുടെ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രോജക്റ്റ് ഉണ്ട്. ഞാനിപ്പം AKS ക്ലസ്റ്റർ എന്നുള്ള ഒരു പ്രോജക്റ്റാണ് കയറിയത്. അതിനകത്ത് ഈ റെപ്പോസ് നോക്കിക്കഴിഞ്ഞാൽ റെപ്പോസിറ്ററി ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നോ ഇഷ്യൂസ്. ഞാനിപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം, അതിരിക്കട്ടെ. ഓക്കെ, അതിനു മുമ്പ് എന്താണ് നമുക്ക് ക്ലസ്റ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നോക്കിക്കോണേ, ക്ലസ്റ്റർ ഇപ്പോൾ ഒരു ജംബോക്സ് റണ്ണിങ് ആണ്. ആ ജംബോക്സിലാണ് ഞാനിപ്പം കയറി നിൽപ്പുള്ളത്. ഓക്കെ, അതല്ലാതെ പിന്നെ നമുക്കുള്ളത് ഒരു ക്ലസ്റ്റർ ഉണ്ട്. ഇതാണ് ഒരു കേസ് ക്ലസ്റ്റർ ഇപ്പോൾ റണ്ണിങ് ആണ്. ഓക്കെ, ഒരു 2 നോഡ് ക്ലസ്റ്റർ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ 2 നോഡാണോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ വെരിഫൈ ചെയ്യാം. ശരി, ഇപ്പോൾ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. എന്താണ് ഒരു ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ നമുക്ക് പൈപ്പ് ലൈൻ ത്രൂ നമുക്ക് AKSലോട്ട് ഇടാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇപ്പോൾ ഇത് റണ്ണിങ് ആണ്. ഇതെടുത്ത് നോക്കുന്നു, ക്ലസ്റ്ററിനകത്ത് കയറുന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റണ്ണിങ് ആണ്, കണ്ടല്ലോ. ഇപ്പോൾ റണ്ണിങ് ആണെന്ന് കാര്യം പവർ സ്റ്റേറ്റ് സ്റ്റോപ്പ്ഡ് അല്ല, റണ്ണിങ് ആണ്. ഞാൻ റിഫ്രഷ് ചെയ്യാം. ഇതാണ് റണ്ണിങ്. ഓക്കെ, റണ്ണിങ് ആണ്, ബാക്കി എല്ലാ കാര്യവും ക്ലിയർ ആണ്. ശരി, ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെ ക്ലസ്റ്ററിൽ ഓൾറെഡി ക്രെഡൻഷ്യലൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ആ, ഒരു സോറി ഒരു ലിനക്സ് ബോക്സ് ആണിത്, ഒരു ഉബുണ്ടു ഉണ്ട്. ഞാൻ ഇന്നത്തെ ഡേറ്റിൽ എന്തിടുന്നു, ഒരു ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഇന്നത്തെ ഡേറ്റ് 8 ആണ്. ഓക്കെ, 8 ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. അതവിടെ ഇരുന്നോട്ടെ. അതിന് മുമ്പ് നമുക്ക് ക്ലസ്റ്ററിനെയൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണ്ടേ. അപ്പം kubectl get nodes എന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പം 2 നോഡ് ക്ലസ്റ്റർ റണ്ണിങ് ആണ്. ഇതാണ് വെർഷൻ. അത് ഉബുണ്ടു ആണെന്നൊക്കെ ഡീറ്റെയിൽസ്, ആ നോഡ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് WO-wide എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. OS ഇമേജ് ഏതാണ്, കേർണൽ വെർഷൻ ഏതാണ്. ഓക്കെ, നമുക്കിപ്പോൾ അതല്ല നമ്മുടെ കാര്യം, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ എന്തെങ്കിലും ഡിപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന്, ഓൾറെഡി റണ്ണിങ് ആണോ എന്തൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം. ഒരു പോഡും ഇല്ല. ഡിപ്ലോയ്മെൻ്റ് ഉണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പം നോക്കുന്നതെല്ലാം ഡിഫോൾട്ട് നെയിം സ്പേസിലാണ്. നമുക്ക് ക്യൂബർനെറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്താണ്, ഓരോ നെയിം സ്പേസ് ഉണ്ട്. നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മൾ എന്ത് ചെയ്താലും ഡിഫോൾട്ട് നെയിം സ്പേസിലാണ് അത് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ നോക്കുന്നത് നെയിം സ്പേസ് ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കുന്നത് ഡിഫോൾട്ട് നെയിം സ്പേസ് ആണ്. ഓക്കെ, ശരി, അതവിടെ ഇരിക്കട്ടെ. അപ്പം ബാക്കി ഇപ്പം എന്താണ് നമുക്ക് നോക്കാം. ഇനി ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇതെല്ലാം ക്ലിയർ ആണ്. ഞാൻ നേരെ എന്ത് ചെയ്യുന്നു, ആ ഡെവോപ്സ് ക്ലസ്റ്റർ ഇതാ ഓടിക്കൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. ആ, എവിടെ പോയി? അറിയില്ല. ഓക്കെ, റെപ്പോസ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒരു റെപ്പോ ക്രിയേറ്റ്, അപ്പം നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ അതൊന്ന് മനസ്സിലാക്കാമല്ലോ. ആദ്യം ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് എനിക്ക് നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ബൈ ഡിഫോൾട്ട് ആ പ്രോജക്റ്റിൻ്റെ പേര്, ഇപ്പോൾ ഇവിടെ AKS ക്ലസ്റ്റർ എന്നാണ് ആ പ്രോജക്റ്റിന് ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിൻ്റെ പേര്. ഓക്കെ,
ഞാൻ കാണിച്ചു തരാം അല്ലേ. ഇത് AKS ക്ലസ്റ്റർ എന്നൊരു പേര്, എ കെ എസ് AKS പ്രോജക്റ്റ് എന്നൊരു പേര്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇപ്പം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ബൈ ഡിഫോൾട്ട് ആ പേരിൽ തന്നെ ഒരു റെപ്പോവും ക്രിയേറ്റ് ആവും. കണ്ടില്ലേ, ഇത് മുകളിൽ നോക്കി കഴിഞ്ഞാൽ AKS ക്ലസ്റ്റർ റെപ്പോസിറ്ററിയാണ്, റെപ്പോയാണ്. അപ്പം അതല്ല എനിക്ക് ഈ ഒരു പേരിൽ വേണ്ട, എനിക്ക് വേറൊരു പേരിൽ വേണമെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ റെപ്പോസിറ്ററി എടുക്കുക, ആ റെപ്പോസിറ്ററിക്ക് ഒരു പേര് കൊടുക്കുക, AKS ന്യൂ ന്യൂ 2 എന്ന് കൊടുക്കുന്നു. എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു റീഡ്മി ഫയൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് വേണ്ടത് പൈപ്പ് ഫയൽസും, ഏത് ഡിപ്ലോയ്മെൻറ്റ് ഫയലെല്ലാം നമ്മുടെ റെപ്പോസിറ്ററിയിൽ ഉണ്ടാവണം അല്ലേ. അതായത് നല്ല മനസ്സിലാക്കുക, ഇത് AKS ഇതിനകത്ത് ക്ലസ്റ്റർ റണ്ണിങ് ആണ്. ഓക്കെ, വരയ്ക്കുന്നില്ല അത്ര ഇതല്ല, മനസ്സിലാക്കുക പ്ലീസ്. ഇത് അഷൂർ റെപ്പോസ്, ഇത് എന്താണ്, പോർട്ടലിലാണ് അഷൂർ റെപ്പോസ് ഉള്ളത്. സോറി, ഇപ്പുറത്ത് ഡെവോപ്സ് സ്പേസ്, ഡെവോപ്സ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമ്മുടെ പൈപ്പ് ലൈന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പൈപ്പ് ലൈനും ഇവിടുത്തെ ഈ ക്ലസ്റ്ററിൽ ചെന്നിട്ട് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെയാണ് ക്ലസ്റ്റർ ഓടുന്നത്, റണ്ണിങ്ങിലായിരിക്കും. ആ ക്ലസ്റ്ററിൽ എന്ത് ചെയ്യേണ്ടത്, ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ശരി, അപ്പോൾ അഷൂറിൽ നിന്ന് പോകണം. അഷൂറിൽ നിന്ന് പോകണം. അതെങ്ങനെ പോകും, ഞാനിപ്പം ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് എനിക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും, അതൊക്കെ ശരിയാണ്. അത് നമുക്ക് അങ്ങോട്ട് വരാം, ആ ടോപ്പിക്കിലോട്ട് വരാം. അപ്പം ഇവിടെ നിന്ന് അപ്പം ഞാൻ ഒരു പ്ലേ ബുക്ക് അല്ല, എന്താണ്, ഡിപ്ലോയ്മെൻറ്റ് ഫയൽ, ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് പൈപ്പ് ലൈൻ റൺ ചെയ്യുമ്പോൾ ആ പൈപ്പ് ലൈനിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവിടെ ഒരു ക്യൂബർനെറ്റീസ് AKS ക്യൂബർനെറ്റീസിൽ എന്ത് ഡിപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ആകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ. ഓക്കെ, ശരി. അപ്പം നമ്മളിപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്തു, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഫയൽസ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ശരി, അപ്പം ഞാനിതാ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ക്ലോൺ ചെയ്യുക. ഈ റെപ്പോസിറ്ററി ഞാൻ ക്ലോൺ ചെയ്യുകയാണ്. മുൻപ് ക്രെഡൻഷ്യലൊക്കെ അങ്ങനെ എടുത്ത് വയ്ക്കുന്നു, HTTPസിൻ്റെ ഇതെടുത്തു, എന്നിട്ട് സിമ്പിളാണ്. ഞാനൊരു ഡയറക്ടറി ഇപ്പം ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, ആ ഡയറക്ടറിക്ക് എത്തോട്ട് പോവുകയാണ്. 8 ഓഗസ്റ്റ്, ഇന്നത്തെ ഡേറ്റ് 8 ഓഗസ്റ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഗിറ്റ് ക്ലോൺ, ഞാനിപ്പോൾ കോപ്പി എടുത്ത് അതിന് അതുപോലെ അങ്ങ് ഇടുക. പാസ്വേഡ് ചോദിക്കുന്നു, നമുക്ക് അത് ആ പേജിൽ തന്നെ ഉണ്ട് ക്രെഡൻഷ്യൽ, അതിന് കോപ്പി എടുക്കുക, കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് ഇവിടെ വന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. CDAKS ആണല്ലേ, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു റീഡ്മി ഫയൽ മാത്രമേ ഉള്ളൂ. വേറെ ആവശ്യമുള്ള ഒറ്റ ഫയലും ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ ആ ഫയൽ ഇതിനകത്ത് കൊണ്ട് എത്തിക്കുക, എന്നിട്ട് ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്ത് അഷൂർ ഡെവോപ്സിൻ്റെ റെപ്പോസിറ്ററിയിൽ കൊണ്ടെത്തിക്കുക. ഇതിപ്പോൾ നമ്മൾ ലോക്കൽ റെപ്പോസിറ്ററിയിലാണ് ഉള്ളത്. നമ്മളൊരു അഷൂർ റെപ്പോസിറ്ററിനെ നമ്മുടെ ലാപ്ടോപ്പിൽ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ലോക്കൽ റെപ്പോസിറ്ററി ആവും. ഗിറ്റ് നമ്മൾ നോക്കിയതായിരുന്നു. അതാണ് ഈ .git ഉണ്ടെങ്കിൽ, ആ ഒരു ഡയറക്ടറി ഉണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു ലോക്കൽ റെപ്പോസിറ്ററിയാണ്. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കമ്മിറ്റ് ചെയ്യാം. അവസാനം നമുക്ക് എന്ത് ചെയ്താൽ മതി, പുഷ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ ഇവിടെ ഫയൽസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് വേറെ ഒരു പ്രോജക്റ്റിനകത്തും ഉണ്ട്, ഞാൻ അത് എടുക്കുകയാണ്. നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോകുന്നു. 6th ഇതിനകത്ത് ഫയലുണ്ട്, ഡോക്കർ ഫയലുണ്ട്, റീഡ്മി ഉണ്ട്. നമുക്ക് റീഡ്മി വേണ്ട, ഡോക്കർ ഫയൽ വേണം, ഡിപ്ലോയ് വേണം, index.html വേണം. നമുക്ക് ആദ്യം ഇതിന് നമ്മുടെ പുതിയ റെപ്പോസിറ്ററിയിലോട്ട് കൊണ്ടെത്തിക്കാം. ലിനക്സിൻ്റെ CP കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ,
അതൊക്കെ കുറച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ലിനക്സ് ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യം ബിഗിനിങ്ങിൽ നമ്മൾ ബേസിക് ലിനക്സ് നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ സി പി കമാൻഡ് യൂസ് ചെയ്യുന്നു. തൊട്ട് ബാക്കിലുള്ള ഡേറ്റിൽ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. അതെ, ഇതിനകത്ത് ഇത് ആ എ കെ എസ് ന്യൂ ടു എന്ന് പറഞ്ഞാൽ റെപ്പോസിറ്ററിയാണ്. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി എഗെയിൻ ഒരു സ്റ്റെപ്പിലോട്ട് ബാക്കിലോട്ട് പോകുമ്പോഴാണ് ഈ ഡയറക്ടറീസ് ഒക്കെ ഉള്ള സ്ഥലത്ത് എത്തുന്നത്. അതുകൊണ്ട് അതാ ഈ ഒരു കമാൻഡ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ ഡയറക്ടറിക്ക് അതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഡയറക്ടറി അതിനകത്താണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ പ്രോജക്റ്റ്. അപ്പോൾ ആദ്യത്തെ ഫയല് കോപ്പി ചെയ്തു. സി പി രണ്ടാമത്തെ ഫയൽ ഏതാണ്? ഡിപ്ലോയ്. നമുക്ക് ഓരോ ഫയൽ വായിക്കാം. അതിനെ തിരിച്ച് ഇങ്ങനെ ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇട്ടു. മൂന്നാമത്തെ ഒരു ഫയലുണ്ട് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ. ശരി, ഇനിയിപ്പോൾ നമ്മൾ ഈ ഡയറക്ടറി തന്നെ പോവുകയാണ്. ശരി, നമ്മളിൽ ഇപ്പം 3 ഫയലും വന്നു. ആദ്യം നമുക്ക് ഡോക്കർ ഫയൽ വായിക്കാം. എന്താ സിമ്പിളാണ്. ഒരു ഡോക്കർ ഫയല് സ്റ്റാർട്ട്സ് വിത്ത് എൻജിനെക്സ് അല്ലേ. എപ്പോഴും അത് ചിലപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കാം. ഡോക്കർ ഫയലിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? ചുമ്മാ ഒരു ട്രിക്ക് എഴുതി നമ്മൾ ആലോചിക്കുക. ഫസ്റ്റ് അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തായിരിക്കും അങ്ങോട്ട് ആ ഒരു ഇമേജ് പോകുന്നത്. അപ്പോൾ ഫ്രം എന്നുള്ളത് തന്നെ ആയിരിക്കും. ശരി, ഇപ്പോൾ ഫ്രം എൻജിനെക്സ്. പിന്നെ നമ്മൾ പറയുന്നത് ഓക്കെ എൻജിനെക്സ് ഡോക്കർ ഫയൽ എന്തിനാണ്? ഒരു ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പേരിലായിരിക്കണം ഒരു ഫയൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ എൻജിനെക്സ് എന്നുള്ളത് ബേസായിട്ട് എടുത്തോളൂ. എന്നിട്ട് ഞാൻ കറണ്ട് ഡയറക്ടറി തന്നെ ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഉണ്ട്. ഇത് അതിന് യൂസർ ഷെയർ എൻജിനെക്സ് എച്ച് ടി എം എൽ ഇതൊരു ഡിഫോൾട്ട് പാത്താണ്. അതായത് എൻജിനെക്സ് കണ്ടെയ്നർ റണ്ണായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാകും. ആ പാത്തിനകത്ത് ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ കൊണ്ട് ഇട്ടോളൂ. ഓക്കെ, ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ കൊണ്ട് ഇട്ടോളൂ എന്നാണ് ഇത് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത ഡിപ്ലോയ് എന്താണെന്ന് നോക്കാം. നോക്കണേ, ഒരു ഡിപ്ലോയ് ഇത് പ്യൂർ ക്യൂബർനെറ്റീസ് സിമ്പിൾ ഡിപ്ലോയ്മെൻറ്റ് ഫയലാണ്. ഡിപ്ലോയ്മെൻ്റ് ആണ്, അതിൻ്റെ പേര് ഇതാണ്, ലേബിൾസ് ഇട്ടിട്ടുണ്ട്, എത്ര റെപ്ലിക്ക വേണം, എത്ര പോഡ് ആദ്യമേ തന്നെ ഉണ്ടായിരിക്കണം. സിമ്പിളാണ്. ഇതെല്ലാം നമ്മൾ നോക്കിയതാണ്. റെപ്ലിക്കാസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവണം. ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ മെറ്റാ ഡേറ്റ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇമേജ് എടുക്കേണ്ട സ്ഥലം എവിടെയാണ്? ഇമേജ് എടുക്കേണ്ടത് ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ പറയുകയാണ്. എന്താണ്? ഈ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഇമേജ് യൂസ് ചെയ്താണ്. ഇതെന്താണ് ഇമേജ്? ഇത് കാസ്റ്റസ്. ഓക്കെ, ഇതൊരു ഇമേജ് ഒരു ACR കണ്ടെയ്നർ രജിസ്ട്രി നമുക്കറിയാം. ഡോക്കർ ഹബ് അതൊരു പബ്ലിക് കണ്ടെയ്നർ രജിസ്ട്രിയാണ്. ഇത് അഷൂർ ACR എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ്. ഞാൻ കാശ് കൊടുത്ത് അല്ലെങ്കിൽ എനിക്കൊരു ക്രെഡൻഷ്യൽ കാശ് കൊടുത്ത് എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ രജിസ്ട്രിയാണ്. ഓക്കെ, അതിനകത്ത് ആ ഒരു ACRൻ്റെ കണ്ടെയ്നർ രജിസ്ട്രിയുടെ പേരാണ് ഈ കാസ്റ്റസ് എന്നുള്ളത്. അതിനകത്ത് വെബ് 1 എന്നുള്ള പേരിൽ ലേറ്റസ്റ്റ് ഇത് ടാഗാണ്. നമ്മൾ ചിലർ വെർഷൻ 1.1 ഇടും. ബെസ്റ്റ് പ്രാക്ടീസ് ആണ് നമ്മൾ എപ്പോഴും ഡെവലപ്മെൻറ്റിലാണ് നമ്മൾ ഉണ്ടെങ്കിൽ വെർഷൻ 1, V2, V3 അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലേറ്റസ്റ്റ് എന്ന് എടുത്തു. മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു പുൾ കമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് ടാഗ് തന്നെയായിരിക്കും അത് ചൂസ് ചെയ്യാൻ പോകുന്നത്. എനിവേ ഞാനിവിടെ ലേറ്റസ്റ്റ് എന്ന് തന്നെയാണ് ഇടുന്നത്. ശരി, ആ ഒരു ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുന്നത് വെച്ചാൽ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സർവീസ് നോക്കിക്കഴിഞ്ഞു. എന്താണ് ലോഡ് ബാലൻസ്ഡ് സർവീസാണ് ചെയ്യേണ്ടത്. അപ്പം എന്താണ് പബ്ലിക് ഡൊമെയിൻ, നോട്ട് പബ്ലിക് ഡൊമെയിൻ, ക്ലൗഡ് ഡൊമെയിനിലാണ് ഉണ്ടെങ്കിൽ ലോഡ് ബാലൻസറിൽ അത് നമുക്കൊരു പബ്ലിക് IP അഡ്രസ്സ് തരും. ഞാനിപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇവിടെ. അപ്പം സിമ്പിളായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് ഫയല്. ഇത് വേണമെങ്കിൽ 2 ഫയലായിട്ട് എഴുതാം. ഇതിപ്പോൾ ഒറ്റ ഫയൽ. ബെസ്റ്റ് പ്രാക്ടീസ് 2 ഫയലായിട്ട് എഴുതുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒറ്റ ഫയലായിട്ട് എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ഫയലുകളൊന്നും. അടുത്ത് വേറെ ഒരു ഫയൽ കൂടെ ഉണ്ട്, ഇൻഡെക്സ്. അതും കൂടെ നോക്കിയേക്കാം. നോക്കണേ, സിമ്പിൾ. ആ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഇൻഡെക്സ് ഡോട്ട് HTML കുറച്ച് കളറൊക്കെ ഇട്ടിട്ടുള്ള പേജ്
ഈ ഒരു മെസ്സേജ് വെൽക്കം ടു കാസ്റ്റേഴ്സ് ടെക്നോളജീസ് എന്നുള്ള ഈ ഒരു ലൈൻ അവിടെ കൊണ്ട് ഇടുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഈ 3 ഫയലിനെയും റെപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്, ഗിറ്റ് ആഡ് ഇവിടെ ഉള്ള എല്ലാ ഫയലും ഗിറ്റ് ലോക്കലിൽ കമ്മിറ്റ് ചെയ്യണം. മെസ്സേജ് കമ്മിറ്റ് മെസ്സേജ് എന്താണ്, ആഡിങ് ഓൾ ദി എന്താണ്, ആഡിങ് ഓൾ ദി ഡിപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഫയൽസ്. ഓക്കെ, കമ്മിറ്റ് മെസ്സേജ് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ വളരെ എന്താണ്, വായിച്ചാൽ മനസ്സിലാക്കുന്ന ലെവലിൽ തന്നെ കൊടുക്കുക എപ്പോഴും. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അല്ല വെറുതെ അപ്ഡേറ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉടനെ കാര്യം നടക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത്. നാളെ എന്തെങ്കിലും ആവശ്യത്തിന് റെപ്പോസിറ്ററിയിൽ നിന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഇട്ടതാണ് എന്നുള്ള ഇതിൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇതിപ്പോൾ കമ്മിറ്റ് ചെയ്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ട, ഇതിപ്പം നമ്മൾ റിമോട്ട് റെപ്പോസിറ്ററിയിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ഗിറ്റ് എന്ത് കൊടുക്കുക, പുഷ് കൊടുക്കുക. ക്രെഡൻഷ്യൽ ചോദിക്കും, അതെന്താ പ്രൈവറ്റ് ക്രെഡൻഷ്യൽ, പ്രൈവറ്റ് റെപ്പോസിറ്ററിയാണ്, അതുകൊണ്ടാണ് ഞാനിതെടുത്തു കൊടുത്തു. ഇപ്പം ഈ ഫയലെല്ലാം നമ്മുടെ റെപ്പോസിറ്ററിയിൽ വന്ന് കാണും, വന്നിട്ടുണ്ടാവും ഉറപ്പാണ് അല്ലേ? അതിലെന്താ ഡൗട്ട്? എല്ലാ ഫയലും വന്നു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നമുക്ക് ACR ഞാൻ കാണിച്ചില്ല. ശരി, ഇപ്പോൾ ഈ ഡോക്കർ ഫയൽ അല്ല, എന്താണ്, ഡിപ്ലോയ് ഫയലിൽ ACRൽ ഈ പേര്, അപ്പോൾ നമ്മൾ ഡോക്കർ ബിൽഡ് കമാൻഡ്, നമ്മൾ പൈപ്പ് ലൈൻ ത്രൂ ആണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡോക്കർ web1 എന്നുള്ള പേരിൽ തന്നെ ഇടുക. കാര്യം ആ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് കണ്ടെത്തോ, ഇമേജ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡിപ്ലോയ്മെൻറ്റ് ഫയലിൽ കൊടുത്തേക്കുന്നത് അങ്ങനെയാണ്. സോ ACRൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ACR കൂടെ കാണിച്ചേക്കാം. കണ്ടെയ്നർ രജിസ്ട്രീസ്, ഇതാണ് രജിസ്ട്രിയുടെ പേര് അല്ലേ, കാസ്റ്റേഴ്സ്. ഓക്കെ, ഇതിനകത്ത് റെപ്പോസിറ്ററിയിൽ ഓക്കെ ഇതിനകത്ത് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ പേജിൽ തന്നെ വയ്ക്കോട്ടെ. ഓക്കെ, സിമ്പിളായില്ലേ? എന്താ പേര്? ഇതാ, നമ്മളിപ്പോൾ എവിടെയാണ് നോക്കിയേ. ഓക്കെ, എന്താണ്, web1 എന്നുള്ള പേരിൽ ലേറ്റസ്റ്റ് എന്നുള്ള ടാഗിൽ. അപ്പോൾ എന്തായാലും ഇവിടെ web1 എന്നുള്ള ഒരു എന്താണില്ല, റെപ്പോസിറ്ററി ഇല്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഈസി ആയിട്ട് അതിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്താൻ നിൽക്കണ്ട. ഓക്കെ, ശരി. അപ്പോൾ ആ പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, പൈപ്പ് ലൈൻ എഴുതുക. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇപ്പോൾ റെപ്പോസിറ്ററിയിലെല്ലാം വന്നു കഴിഞ്ഞു. ഞാനിതാ പൈപ്പ് ലൈൻ എടുത്തു. ഓക്കെ, ഇത് വേറെ വേറെ ഒരു പ്രോജക്റ്റ്, വേറെ റെപ്പോസിറ്ററി ഉണ്ട്, അതിൻ്റെ ഇതാണ്. അതിനെ എൻ്റെ അടുത്ത് മാറ്റിയിരിക്കാം. ഇപ്പം നമ്മുടെ റെപ്പോസിറ്ററി നമ്മൾ തന്നെ ഇപ്പം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ പുതിയൊരു എന്ത് ചെയ്യുക, ഒരു പൈപ്പ് ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പം എടുത്തു. ഈ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോഡ് വേണം അല്ലേ? അതിലാണല്ലോ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഒരു കോഡിലാണല്ലോ, ഒരു റെപ്പോയിലുള്ളതാണല്ലോ. ആ കോഡ് എവിടെയാണ് ഉള്ളത്, ഏത് റെപ്പോയിലാണ് ഉള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്കറിയാം, ഗിറ്റിലൊന്നും അല്ല, ബിഗ് ബക്കറ്റിലില്ല, വേറെ സബ്വേർഷനിലല്ല, അഷൂർ റെപ്പോസിറ്ററി നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തു. അപ്പോൾ പറയണേ നിങ്ങൾക്ക് അവിടെ തന്നെ 2 റെപ്പോസിറ്ററി ഉണ്ട്. അതിനകത്ത് ഏതാണ്? ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്താണ് ഈ റെപ്പോസിറ്ററി AKS new2 എന്നുള്ളത്. അത് ചൂസ് ചെയ്തു. പിന്നെ ഡോക്കർ വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യാമൽ ഫ്രം ദി സ്ക്രാച്ച്, ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഓക്കെ അതവിടെ ഇരുന്നോട്ടെ, ഇതിനകത്ത് എടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ നോക്കിയാണേ, എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈപ്പ് ലൈൻ നീ സ്റ്റാർട്ട് ചെയ്തോളൂ.
നമ്മൾ ഗിറ്റ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. മെയിൻ എന്നുള്ള ബ്രാഞ്ച് പറയുന്നതാണ് ഇമ്പോർട്ടൻസി. അതിനകത്താണ് പ്രൊഡക്ഷൻ ഫയൽസ്. എന്ത് വാട്ട് എവർ ദ ഫയൽസ് ഇൻസൈഡ് ദി മെയിൻ ബ്രാഞ്ച് ഈസ് ട്രീറ്റഡ് ആസ് എ ഗോൾഡൻ കോപ്പി, അല്ലേ? അത് പ്രൊഡക്ഷൻ റെഡി കോപ്പിയാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തിട്ട് ചെയ്തിട്ട് അവസാനം എന്താണ് നമ്മൾ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പുൾ റിക്വസ്റ്റ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തണം. പക്ഷേ ഇതിപ്പോൾ സിമ്പിളായിട്ട് മെയിൻ ബ്രാഞ്ചിലുള്ള മെയിൻ ബ്രാഞ്ചിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നീ ട്രിഗർ ചെയ്തോളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഓക്കെ ഇത് നമ്മൾ സെൽഫ് ഹോസ്റ്റഡ് ഏജന്റ് നമ്മൾ നോക്കി. പക്ഷേ ഇപ്പം തൽക്കാലം ഈ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് അഷൂറിൻ്റെ തന്നെ ഒരു ഇമേജ് എടുക്കുകയാണ് ഉബുണ്ടു. ഇത് ഫസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു എന്താണ് ഹലോ വേൾഡ് എന്നൊരു ഇത് കാണിക്കുന്നു. അതവിടെ ഇരുന്നുകൊണ്ട് അതിനെ മാറ്റുന്നില്ല. അടുത്ത ലൈൻ്റെ കൂടെ വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്നാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? ഷോ അസിസ്റ്റൻ്റ് എടുക്കുന്നു. ഷൂർ CLI എടുക്കുക. ഓക്കെ അടുത്ത എന്താണ് അതിൽ കണക്ഷൻ മാനേജർ? ഇതാണ് എൻ്റെ സർവീസ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് സർവീസ് കണക്ഷൻ പറഞ്ഞതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തായിരുന്നു. പക്ഷേ ഈ ഒരു ഡെമോയ്ക്ക് നോക്കുന്നവർക്ക് എന്താണ് സർവീസ് കണക്ഷൻ എന്നുള്ളത് ഞാൻ വേറെ ഒരു വീഡിയോ ഇടാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഇല്ല. ഓക്കെ, അതായത് ഞാൻ ഇപ്പം പോർട്ടലിൽ ചെന്ന് എന്തെങ്കിലും ഒരു VM ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഈ അഷുർ ഡെവോപ്സിന് ഈ പോർഷൻ വിട്ടേക്കും. നിങ്ങൾ ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്യും, യൂസർ നെയിം പാസ്വേഡ് കൊടുക്കും, പോർട്ടൽ വരും, നിങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും? ഒരു VM ക്രിയേറ്റ് ചെയ്യും. എന്ത് റിസോഴ്സാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പോകും, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഒരു ക്രെഡൻഷ്യൽ, ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. അതേപോലെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ അഷൂർ അഷൂർ ഡെവോപ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊരു നമ്മൾ അൺസേബിളിൽ പഠിച്ചു എന്താണ് ഒരു ഒരു എന്താണ് ഒരു സർവീസ് അക്കൗണ്ട് പോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുക, അത് ഫുൾ പ്രിവിലേജ് കൊടുക്കുക. അത് ഇങ്ങനത്തെ പർപ്പസ് നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് കൊടുക്കുന്ന ഒരിതല്ല. എന്താണ് സുരേഷ് എന്നോ അല്ലെങ്കിൽ സന്തോഷ് എന്നോ അങ്ങനെ ഒരു യൂസർ നെയിം ഉള്ളതല്ല. അതിന് ഓരോ കമ്പനീസും ഓരോ പേരിടും. SVC എന്നുള്ള അണ്ടർസ്കോർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെയിമിംഗ് സ്റ്റാൻഡേർഡൊക്കെ കീപ്പിംഗ് സർവീസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സർവീസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം അഷൂർ ഡെവോപ്സിന് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അല്ല കൊടുക്കുന്നത്, അതിന് വേറെ ഒന്ന് കൊടുക്കും. അപ്പോൾ ഉടനെ അവിടെ ആ ഒരു യൂസർ നെയിമിനെ നമ്മൾ സർവീസ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് അതിന് പ്രോപ്പർ പ്രിവിലേജ് ഒക്കെ കൊടുത്തു. ഓക്കെ, അതാണ് ആക്ച്വലി സർവീസ് പ്രിൻസിപ്പിൾ. അതാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു, അതിനെ പൈപ്പ് ലൈനിൽ കാണിക്കുന്നു. അത്രയും മാത്രം ഇപ്പം നിങ്ങൾ ഓർക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഈ ഒരു സർവീസ് പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അല്ല ഇവർക്ക് ഇതിന് കൊടുക്കുന്നത്. ഏതിന്? അഷൂർ ഡെവോപ്സിന് പൈപ്പ് ലൈൻ ത്രൂ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അല്ല ഇവിടെ കൊടുക്കുന്നത്. അതിനൊരു സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ ശരി. അപ്പം ഞാനിതാ അതാണ് ആ സർവീസ് കണക്ഷനാണ് ഇവിടെ ചൂസ് ചെയ്തത്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഞാൻ അങ്ങ് ഷെല്ലടിക്കുകയാണ്. ഓക്കെ, സ്ക്രിപ്റ്റ് പാത്ത് ഇൻലൈൻ സ്ക്രിപ്റ്റ് കൊടുക്കാൻ. ഇവിടെ ഞാൻ എന്താണ് നമ്മളൊരു ഡോക്കർ പഠിച്ചപ്പോൾ നമ്മൾ ചെയ്തായിരുന്നു എന്താണ് ഡോക്കർ ബിൽഡ്, ഡോക്കർ ടാഗ്, ആ ഒരു റെപ്പോസിറ്ററിയുടെ പേരിൽ തന്നെ ടാഗ് ക്രിയേറ്റ് ചെയ്താലേ പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ആ കമാൻഡ്സാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. എന്തൊക്കെയാണ് കമാൻഡ് അതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളാണ്. ഇത്രയും ടൈപ്പ് ചെയ്ത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ആദ്യത്തെ അഷൂർ ലോഗിൻ? എന്താണ് അഷൂർ ACR ലോഗിൻ? ഓക്കെ, ആദ്യം ACR ഞാൻ കാണിച്ചു തന്നുള്ള ACR അതിൽ ലോഗിൻ ചെയ്യുക. ആ ACRൻ്റെ പേര് കാസ്ട്രസ്. പിന്നെ രണ്ടാമത്തെ കമാൻഡ് ചെയ്യുക എന്താണ് ഡോക്കർ ലോഗിൻ എന്താണ് casters.ashur.io അതിലോട്ട് ലോഗിൻ ചെയ്യുക. അതിന് യൂസർ നെയിം പാസ്വേഡ് വേണമെങ്കിൽ മാറ്റുക. പുതിയ പാസ്വേഡ് ഏതിൻ്റെയാ? ഇതെടുത്തേക്ക്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോ കൊടുക്കുക. ഇതങ്ങ് എടുക്കുക. ഓക്കെ, ഇതിനെടുത്ത്
ഓക്കെ, കൊടുത്തു. അതില്ല, വേറെ ആണല്ലോ അല്ലേ? ഓക്കെ, നോക്കാം. അടുത്ത കമാൻഡ് ഡോക്കർ ബിൽഡ്. ഓക്കെ, ബിൽഡെക്സ് ബിൽഡ് പ്ലാറ്റ്ഫോം ലിനക്സ് AMD64. ഞാൻ നോട്ട് പാഡിലുള്ള പഠിക്കാം. പ്ലാറ്റ്ഫോം ഡോക്കർ ബിൽഡ് എന്നുള്ളത് നമുക്കറിയാം. ബിൽഡെക്സ് പ്ലാറ്റ്ഫോം ലിനക്സ് ARM24. പിന്നെ ടാഗ് ഇടുന്നു. ഈ ഒരു പേരിൽ ഫയല് ഡോട്ട് ഇത് ഡോക്കർ ബിൽഡ് കമാൻഡ് പഠിച്ചപ്പോൾ നമ്മൾ ഓർത്തായിരുന്നു. ഡോക്കർ ഫയൽ എവിടെയാണോ ഉള്ളത് അതിനെ റെഫർ ചെയ്യുന്നതാണ് ഈ പോയിന്റ്. ഓക്കെ, പക്ഷെ ഇവിടെ ഇതാരും കൊടുക്കാറില്ല. നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യും, ബിൽഡൊക്കെ നടക്കും, പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് വരത്തേ ഇല്ല. നിങ്ങൾ ഈ ഒരു എന്താണ് പ്ലാറ്റ്ഫോം എന്നുള്ള സാധനം ഇല്ലാതെ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് നോക്കുമ്പോൾ വരത്തില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റസ് അല്ല, ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ARM64ലാണ്. ഈ ക്രിയേറ്റ് ചെയ്യേണ്ട ഇമേജ് ARM64 ആർക്കിടെക്ചറിലായിരിക്കണം എന്ന് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നു. സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ, ഇപ്പം എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ ഇവിടെ എൻ്റെ ക്ലസ്റ്ററിനകത്ത് നോഡുണ്ടല്ലോ, 2 നോഡുണ്ട്. ആ നോഡ് ARM64ലാണ് ക്രിയേറ്റ് ആക്കുന്നത്. എൻ്റെ ഇത് ഫ്രീ ടയർ ആണ്. പോയി അങ്ങനല്ലേ. അപ്പം ഈ ARM64ലാണ് ഈ നോഡ് ഉള്ളത്. അതൊരു ഇമേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ശരി, അത് നമ്മൾ ഇപ്പം അതിലോട്ടൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്കർ ഫയലും ആ ഒരു 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 ആർക്കിടെക്ചർ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്യും, ഡിപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ആകത്തേ ഇല്ല. നിങ്ങൾ എത്ര തലവസം നിന്നാലും സ്റ്റാർട്ട് ആകത്തില്ല. സോ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഇമേജും ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, എനിക്ക് ആ മുകളിൽ ആ ഷെയറിൻ്റെ ഓപ്ഷൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, മുകളിലത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ക്ലിയർ. ശരി, അപ്പം അപ്പോൾ അതാണ് ഈ കമാൻഡ്സ്. അത് ഇട്ടു, നമ്മൾ കമാൻഡെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ട്. ഓക്കെ, പിന്നെന്താ, അതെല്ലാം കഴിഞ്ഞു. അപ്പം ആ ടാഗിൽ ഈ പേരിൽ web1.latest ഡോക്കർ ഫയൽ അവിടെ തന്നെ ഉണ്ട്. ഡോക്കർ പുഷ് എന്നിട്ട് ഇതാണ് എൻ്റെ ACR, ഇതിലോട്ട് പുഷ് ചെയ്യൂ. ഇത്രയും ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു. ഇത്രയും കൊടുത്തു. സ്ക്രിപ്റ്റ് ആർഗ്യുമെൻ്റ് ഒന്നുമില്ല, ഞാൻ ആഡ് കൊടുത്തു. ഓക്കെ അല്ലേ? ഈ ആഡ് കൊടുത്തിട്ട് ഞാൻ ഒരു കാര്യം കൂടെ കൊടുക്കാം. ഒരു ഡിസ്പ്ലേ നെയിം കൂടെ കൊടുത്തേക്കാം. എന്താണ് ഇമേജ് ബി ഇങ്ങനെ ഒരു ഇത് കാണിക്കാം. അപ്പം പൈപ്പ് ലൈൻ റൺ ചെയ്യുമ്പോൾ ഈ ടാസ്ക് എന്താണെന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇമേജ് ബിൽഡായി നേരെ എങ്ങോട്ട് പോയി? റെപ്പോസിറ്ററിയിലും പോയി. അടുത്തതാണ് നമുക്ക് എന്താ ഡിപ്ലോയ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യുക? അസിസ്റ്റൻ്റ് എടുത്തു, ക്യൂബ് സിറ്റിയിൽ കൊടുക്കുക, അത്ര തന്നെ. ഓക്കെ, ക്യൂബ് സിറ്റിയിൽ എടുത്തു. എന്താണ് സർവീസ് കണക്ഷൻ നേരത്തെ പോലെ തന്നെ അതിൽ ARM റിസോഴ്സ് മാനേജർ എടുത്തു. അഷ്യൂർ സബ്സ്ക്രിപ്ഷൻ അല്ല, നമ്മൾ സർവീസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സ് ഗ്രൂപ്പ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഈ സർവീസ് കണക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അത് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും. അതായത് ക്ലസ്റ്റർ ഉള്ളത്, പിന്നെ ക്ലസ്റ്ററിൻ്റെ പേര് അതും സർവീസ് കണക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അത് തന്നെ എടുത്തുകൊണ്ട് കാണിക്കും. നെയിം സ്പേസ്, ഡിഫോൾട്ട് നെയിം സ്പേസ്, വേറെ ഏതെങ്കിലും നെയിം സ്പേസിലാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളത് അവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിഫോൾട്ട് നെയിം സ്പേസിൽ തന്നെ കൊടുത്തു. പിന്നെന്താണ് കമാൻഡ്സ്. ഓക്കെ, എന്ത് കമാൻഡാ അറിയാമല്ലോ. എന്താണ് ക്യൂബ് CTL അപ്ലൈ അല്ലേ? അപ്പോൾ അപ്ലൈ കമാൻഡ് കൊടുത്തു. യൂസ് കോൺഫിഗറേഷൻ അത് ക്ലിക്ക് ചെയ്തു. എന്താണ് ക്യൂബ് CTL നമ്മൾ സാധാരണ ഇതിൻ്റെ അടുത്ത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ക്യൂബ് CTL അപ്ലൈ ഈ ഫയൽ കൊടുക്കും അല്ലേ?
അവിടെ പോയി ഡിപ്ലോയ് ഈ ഫയൽ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ക്യൂബ് സിറ്റിയിൽ അപ്ലൈ എന്ന് കൊടുത്തു, ഫയൽ പാത്ത് കൊടുത്തു, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, കൊടുത്തു. ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സീക്രട്സ് അതിവിടെ എടുത്തു. ഡോക്കർ രജിസ്ട്രിയാണ്. കണ്ടെയ്നർ എവിടെയുള്ളത്? ACR അഷൂർ കണ്ടെയ്നർ രജിസ്ട്രി. സബ്സ്ക്രിപ്ഷൻ എന്താണ്? ഇതാണ് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സർവീസ് കണക്ഷൻ. കണ്ടെയ്നർ രജിസ്ട്രിയുടെ പേരെന്താണ്? കാസ്റ്റസ് വന്നു. ഓക്കെ, സീക്രട്ട് നെയിം അതൊന്നുമില്ല. ഫോഴ്സ് അപ്ഡേറ്റ് സീക്രട്ട് അത് വേണ്ട. കൊടുത്തിട്ട് ആഡ് കൊടുത്തു. അപ്പോൾ അതും ഇവിടെ വന്നു. ഇതിന് ഞാനൊരു ഡിസ്പ്ലേ നെയിം കൊടുത്തേക്കാം. ക്യൂബ് സിറ്റി ഡിപ്ലോയ് എന്ന് കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പൈപ്പ് ലൈൻ ഇപ്പം ഫില്ലായി. ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിതാ സേവ് ആൻഡ് റൺ കൊടുക്കാം. ആദ്യം സേവ് കൊടുത്തു. സേവ് ആൻഡ് റൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആകും. കാര്യം പൈപ്പ് ലൈനിൽ എന്ത് ചെയ്യുന്നു? ട്രിഗർ മെയിൻ ബ്രാഞ്ചിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ട്രിഗർ ആവണം. കമ്മിറ്റ് ഡയറക്ട്ലി ടു ദി മെയിൻ ബ്രാഞ്ച്. നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ടാണ് കമ്മിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മെയിൻ ബ്രാഞ്ചിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പൈപ്പ് ലൈൻ സ്റ്റാർട്ടാവും. പൈപ്പ് ലൈൻ സ്റ്റാർട്ടായി. ദി ക്യൂവിൽ നിൽക്കുകയാണ്. കാര്യം നമ്മുടെ ഏജൻ്റ് അല്ല, അഷൂറിൻ്റെയാണ്. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടാകും, പക്ഷേ സ്റ്റാർട്ടാകും. അത്രയ്ക്ക് ടൈമൊന്നും എടുക്കത്തില്ല. സ്റ്റാർട്ടായി കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെയും കൂടെ നമുക്ക് പേരിടായിരുന്നു. ഇതിപ്പം ആദ്യം ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഞാൻ മാറ്റിയില്ലല്ലോ. ഇത് നമ്മൾ പേര് കൊടുത്തു, ഇമേജ് ബിൽഡ് ആൻഡ് പുഷ് അല്ലേ? അപ്പോൾ ഇമേജ് ഇപ്പം ഡോക്കർ കമാൻഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ACRലോട്ട് വീഴും അല്ലേ? ACRനകത്ത് ആ ഇമേജ് പുഷ് ചെയ്യാണ്. ഇമേജ് കഴിഞ്ഞു. ഡിപ്ലോയ് എന്താണ്? നമ്മുടെ ക്യൂബർനെറ്റീസ് മെയിൻ പാർട്ട് നടക്കുകയാണ് അല്ലേ? അതും കഴിഞ്ഞു. അപ്പം എല്ലാ ജോബും സക്സസ് ആയി. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിക്കോണ്ടേ, നമ്മളിവിടെ പോയി നേരത്തെ ഉള്ള കമാൻഡ്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ക്യൂബ് ഒരു ഡിപ്ലോയ്മെൻറ്റോ ഒന്നുമില്ല. ശരി, ഇപ്പം നമുക്ക് നോക്കാം. ക്യൂബ് CTL ഗെറ്റ് ഡിപ്ലോയ്ഡ്. അത് നോക്കി, ഡിപ്ലോയ്മെൻറ്റ് വന്നു. 2 കണ്ടെയ്നറും രണ്ടും സ്റ്റാർട്ടഡ് ആണ്. കോഡ് നോക്കാം. കോഡ് എന്താ? 2 പോഡ്സ് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം 2 റണ്ണിങ് ആയി. ഞാൻ എങ്ങനെ എൻ്റെ ഇതെടുക്കും? എനിക്ക് ഉറപ്പുവരുത്തണമല്ലോ, പേജ് കാണണമല്ലോ. അതിനാണ് നമ്മൾ സർവീസ് റൺ ചെയ്യുന്നത് അല്ലേ? അല്ലേ, മനസ്സിലായില്ലേ? അതെ. അപ്പോൾ ആ സർവീസ് നോക്കാം. ക്യൂബ് CTL ഗെറ്റ് സർവീസ് എന്ന് അടിക്കുക, അല്ലെങ്കിൽ SVC അല്ലേ? എക്സ്റ്റേണൽ IP. ഈ ഒരു IP എടുത്തു. ഞാൻ പേജ് ഇതെടുത്തു, പേജ് കൊടുത്തു. വേറെ ഒന്നുമില്ല. HTTP നമ്മുടെ 80 ആണ് ഇപ്പോൾ പേജ് ഫോട്ടോപ്പം. HTTP ഇല്ല അല്ലേ? കണ്ടാ? ഇതാണ് നമ്മൾ ആ HTML പേജിന് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് ACRൽ പുഷ് ചെയ്ത് ആ ഇമേജിനെ എന്ത് ചെയ്തു? ഡിപ്ലോയ്മെൻറ്റ് ത്രൂ നമ്മൾ എന്ത് ചെയ്തു? AKSലോട്ട് ഡിപ്ലോയ്മെൻറ്റും ക്രിയേറ്റ് ചെയ്തു. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. ആക്ച്വലി ഇത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒരു പാർട്ടിനെ വിട്ടുപോയത് സർവീസ് കണക്ഷനാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. എങ്ങനെയാണ് പ്രൊഡക്ഷൻ റെഡി ആയിട്ട് ചെയ്യേണ്ട ഒരു സർവീസ് കണക്ഷൻ എങ്ങനെയാണ്, അതും നമുക്ക് നോക്കാം. അത് അടുത്തതിൽ ഞാൻ ചെയ്തു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.